ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അവന്തിക ഇപ്പോൾ വളരെയധികം സന്തോഷത്തിലാണ്. കാരണം വാർത്തകളിലൂടെയൊക്കെ സച്ചി മരിച്ചു എന്നുള്ള വിവരം അവന്തിക അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ആ സന്തോഷത്തിൽ വീട്ടിൽ പടക്കമൊക്കെ പൊട്ടിക്കുകയാണ് അവന്തികയും മൂർത്തിയും കൂടി. സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടെയല്ല ഇത് പൊട്ടിക്കേണ്ടത്, അവൻ്റെ ശവമടക്ക് നടക്കുന്ന സ്ഥലത്തായിരുന്നു എന്നൊക്കെ അവന്തിക ഇപ്പോൾ മൂർത്തിയോട് പറയുന്നു. അപ്പോൾ മൂർത്തി പറയുന്നുണ്ട്, നാട്ടുകാർ അത്രയ്ക്കും രോഷാകുലരാണല്ലോ, ഒന്ന് പിരിയിളക്കി വിട്ടാൽ മതി, എല്ലാവരും കൂടി അതിനപ്പുറം അവിടെ ചെയ്യും. ഉടനെ അവന്തിക പറയുന്നുണ്ട്, എങ്ങോട്ട് കയറ്റിവിടാൻ? വാടക വീട്ടിൽ ശവമടക്ക് നടത്താൻ സാധിക്കില്ലല്ലോ, ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായിട്ടില്ലാത്തവൻ എന്ത് ചെയ്യാനാ? പൊതുശ്മശാനമല്ലാതെ വേറെ എന്തുണ്ട് എന്നൊക്കെ അവന്തിക പറയുമ്പോൾ, മേഡത്തിന് വേണമെങ്കിൽ അവിടെ പോയി കാണാം, വേണമെങ്കിൽ ഒരു റീത്തും വയ്ക്കാം എന്ന് മൂർത്തി പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, അത് വേണം. പൊതു ശ്മശാനത്തിൽ അവൻ്റെ ചിത കത്തി എരിയുന്നതിന് മുന്നേ മനോഹരമായിട്ടുള്ള റോസാപ്പൂക്കൾ കൊണ്ടുള്ള ഒരു റീത്തുമായി ഞാൻ അവിടെ ചെല്ലും. പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ അവൻ്റെ നെഞ്ചിൽ ആ റീത്ത് വയ്ക്കും. കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവൻ്റെ കുടുംബത്തെ അനുശോചനം അറിയിക്കുകയും ചെയ്യും. അതോടെ ജയിലിൽ കിടക്കാൻ പോകുന്ന ആ പെണ്ണുപിള്ളയ്ക്ക് പിന്നെ ഒരിക്കലും ജയിലിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കില്ല എന്ന് മൂർത്തിയും പറയുന്നു. സച്ചിയുടെ ചിത കത്തി എരിയുന്നതിന് മുന്നേ തന്നെ അവർക്കിട്ടുള്ള പണി കൊടുത്തിരിക്കണം. അവരുടെ ആ വൃത്തികെട്ട കൈകൊണ്ട് എൻ്റെ കവിളിൽ തൊട്ടതിൻ്റെ മാറ്റം ഇതുവരെ മാറിയിട്ടില്ലെന്നും ആ നാറ്റം ഇന്നത്തോടു കൂടി കഴുകി കളയണം എന്നൊക്കെ അവന്തിക ഇപ്പോൾ പറയുന്നുണ്ട്. മേഡം പേടിക്കണ്ട, രാജീവ് സാറ് എല്ലാം ചെയ്തിട്ടുണ്ട്, ലോക്കപ്പിനുള്ളിൽ വെച്ച് തന്നെ അവർക്ക് വേണ്ടത് കിട്ടും എന്ന് മൂർത്തി പറയുന്നുണ്ട്. ഉടനെ അവന്തിക പറയുന്നുണ്ട്, കഴിഞ്ഞ തവണ സച്ചിയെ ആ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഗോകുൽ അഡ്വക്കേറ്റ് ആരതി വർമ്മയെ മുന്നിൽ നിർത്തി അവരെ രക്ഷിച്ചതുപോലെ ഇത്തവണയെ രക്ഷപ്പെടാവുന്നതായിരിക്കും അവർ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അത് നടക്കില്ല, അതിന് ഞാൻ അവരെ അനുവദിക്കില്ല. ഇത്തവണ അഡ്വക്കേറ്റ് ആരതി വർമ്മയല്ല, അതിനേക്കാൾ മുന്തിയ വക്കീൽ വന്നാലും ആ സ്ത്രീക്ക് ജാമ്യം കിട്ടില്ല. അഡ്വക്കേറ്റ് ഗോകുൽരാജിന് പകരം കോടതിയിൽ ഹാജരാകേണ്ട APP ആരാണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ അവന്തിക പറയുമ്പോൾ മൂർത്തി പറയുന്നുണ്ട്, അഡ്വക്കേറ്റ് ആരതി വർമ്മ ഇപ്പോൾ ആ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ്, മുഴുവൻ സമയം അവരോടൊപ്പമുണ്ട്. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. മരുമകൻ്റെ ശവം കാണാൻ അവരെ കൈവിലങ്ങിട്ടുകൊണ്ട് വരണമെന്ന് പറയണം രാജീവിനോട്. നന്നായിട്ടൊന്ന് ഒരുങ്ങണം എനിക്ക്. ആ കൈവിലങ്ങ് അണിയിച്ച് ആ തള്ള അവൻ്റെ ചത്തുമലച്ച ശരീരത്തിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അവരുടെ കൺമുന്നിൽ വെച്ച് പുഞ്ചിരിയോടെ വേണം എനിക്ക് അവരുടെ മുന്നിൽ റീത്ത് വയ്ക്കാൻ, എങ്കിലേ എൻ്റെ മനസ്സൊന്ന് തണുക്കൂ എന്നൊക്കെ ഇപ്പോൾ അവന്തിക പറയുന്നു. ശേഷം ഇപ്പോൾ ആശുപത്രിയാണ് കാണിക്കുന്നത്. അവിടേക്ക് ആരതി വരുന്നുണ്ട്. ആരതി വന്ന് എല്ലാവരും വിഷമിച്ചിരിക്കുന്നത് കണ്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനൂപ് പറയുന്നുണ്ട്, എല്ലാം പോയി വക്കീലേ, സച്ചി നമ്മളെ വിട്ടു പോയി എന്ന് പറഞ്ഞ് കരയുകയാണ് ഇപ്പോൾ അനൂപ്. ഇത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുന്നുണ്ട് ആരതി. ഈ സമയത്ത് തന്നെ ആശുപത്രിയിലേക്ക് ഇപ്പോൾ പോലീസുകാർ കമലയും കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അവിടേക്ക് ഒരു ബോഡി കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ അടുത്തോട്ട് ചെന്ന് ഇപ്പോൾ സ്നേഹ സച്ചിയേട്ട എന്ന് വിളിച്ച് കിടന്ന് കരയുന്നുണ്ട്. അനൂപും സന്ദീപും അനഘയും എല്ലാം കരയുകയാണ്. ഈ സമയം കമല ഇപ്പോൾ അവിടേക്ക് വന്ന് ആ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. എൻ്റെ പൊന്നുമോനെ, എൻ്റെ സച്ചി എന്ന് പറഞ്ഞ് ഓടി സച്ചിയുടെ അവിടേക്ക് ഓടിയെത്തി കിടന്ന് കരയുന്നുണ്ട്. എന്നാൽ മരിച്ചത് സച്ചി ആയിരുന്നില്ല. മരിച്ചു പോയത് സച്ചിയാണെന്നാണ് എല്ലാവരും വിചാരിച്ചത്. എന്നാൽ അത് സച്ചി ആയിരുന്നില്ല. വക്കച്ചായൻ എന്ന് പറയുന്ന ഒരാളുടെ മൃതശരീരമായിരുന്നു അത്. ഒരു സ്ത്രീ ഇപ്പോൾ അവിടേക്ക് വരുന്നുണ്ട്. അത് അയാളുടെ ഭാര്യയായിരുന്നു. അവർ കരഞ്ഞുകൊണ്ട് ഓടി ആ ബോഡിക്ക് അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ആ ബോഡിയുമായി അവർ പോകുന്നു. അപ്പോൾ ഉടനെ തന്നെ ഇത് കണ്ട് ഡോക്ടറോട് ഇപ്പോൾ അനൂപ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ സച്ചിയോ എന്ന്. സച്ചിയുടെ കാര്യം എന്താണെന്ന് ഇപ്പോൾ ചോദിക്കുന്നു. ഉടനെ ഡോക്ടർ പറയുന്നുണ്ട്, സച്ചി ഗുരുതരാവസ്ഥയിലായിരുന്നു, മരിച്ചു എന്നാണ് ഞങ്ങളും കരുതിയത്. അപ്പോഴാണ് ഞങ്ങളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അങ്ങനെ ഡോക്ടർ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അനൂപിനോട് പറയുന്നുണ്ട്. മരിച്ചു എന്ന് ആണ് ഡോക്ടേഴ്സ് വിചാരിച്ചത്. എന്നാൽ അത് കഴിഞ്ഞ ഉടനെ തന്നെ സച്ചിയുടെ കൈവിരലുകൾ അനങ്ങുന്നുണ്ടായിരുന്നു. പേഷ്യൻ്റ് മരിച്ചിട്ടില്ല എന്ന് സിസ്റ്റർ ഡോക്ടറോട് പറയുന്നുണ്ട്. അങ്ങനെ ഡോക്ടേഴ്സ് വന്ന് സച്ചിയെ നോക്കുമ്പോൾ സച്ചി പതിയെ കണ്ണു തുറന്നവരെ നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കേട്ട് വളരെയധികം സമാധാനത്തോടെയും സന്തോഷത്തോടെയും നിൽക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും. മീഡിയയിലെല്ലാം സച്ചിയുടെ മരിച്ചു എന്ന് തെറ്റിദ്ധരിച്ച് വാർത്ത വന്നിരുന്നു എന്ന് സന്ദീപ് പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, മീഡിയാസിന് എന്തും ആകാമല്ലോ, അവർക്കൊരു വാർത്ത കിട്ടിയാൽ മതിയല്ലോ എന്ന് പറയുന്നു. എന്തായാലും അയാളുടെ ശരീരം മരുന്നുകളോട് പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കൈയും കാലും അനങ്ങുന്നുണ്ട്, ശ്വാസനിലയിൽ നല്ല വ്യത്യാസമുണ്ടെന്ന് ഡോക്ടർ പറയുന്നു. വളരെ പെട്ടെന്ന് തന്നെ റിക്കവർ സ്റ്റേജിലേക്ക് വരും, ഒന്നും പേടിക്കാനില്ല. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് അയാളെ ദൈവം തിരിച്ചു തന്നു എന്ന് വിചാരിച്ചാൽ മതി എന്ന് ഡോക്ടർ ഇപ്പോൾ എല്ലാവരോടുമായി പറയുന്നുണ്ട്. ഉടനെ സ്നേഹ പറയുന്നുണ്ട്, എനിക്ക് ഏട്ടനെ ഒന്ന് കാണാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നു.
അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അയാൾ എല്ലാവരെയും ഒന്ന് തിരിച്ചറിയാൻ പറ്റുന്ന സ്റ്റേജിലേക്ക് തിരിച്ച് വരട്ടെ, എന്നിട്ട് മതി എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ഇപ്പോൾ പോകുന്നുണ്ട്. എന്തായാലും സച്ചിക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ആരതി പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ അവിടെ നിൽക്കുന്നു. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് അവന്തികയാണ്. സച്ചി മരിച്ചിട്ടില്ല എന്ന വാർത്ത കേട്ട് ആകെ ദേഷ്യം പിടിച്ച് അവിടെ ഇരുന്ന സാധനങ്ങളൊക്കെ തട്ടിമറിച്ച് താഴെ കളയുകയാണ് അവന്തിക. എന്നിട്ട് ഇപ്പോൾ മൂർത്തിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. തന്നെയൊക്കെ എന്തിനു കൊള്ളാം, അവിടെ അവൻ തീർന്നു എന്നല്ലേ താൻ എന്നോട് പറഞ്ഞത്? പിടിയായ ഞാൻ തൻ്റെ വാക്ക് കേട്ട് പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു. അവൻ്റെ നെഞ്ചത്ത് വെക്കാൻ വേണ്ടി റോസാപ്പൂക്കൾ കൊണ്ടുള്ള റീത്തും ഓർഡർ ചെയ്തു. ഇനിയിപ്പോൾ എന്തു ചെയ്യും? എൻ്റെ കണക്കൂട്ടുകളെല്ലാം തെറ്റിയില്ലേ എന്ന് അവന്തിക്ക് ഇപ്പോൾ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് മൂർത്തിയോട്. ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വന്ന വാർത്തയിൽ ഒരല്പം മിസ്റ്റേക്ക് പറ്റിയതാണെന്ന് മൂർത്തി പറയുന്നു. മിസ്റ്റേക്ക്? ഒരു നിമിഷം കൊണ്ട് ആകാശം മുട്ടെ ഞാൻ സന്തോഷിച്ചു. കൈവിലങ്ങും വിട്ട് അവൻ്റെ ശവത്തിന് മുന്നിൽ നെഞ്ചത്തടിച്ച് നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന അവൻ്റെ തള്ളയുടെയും ബാക്കിയുള്ളവരുടെ എല്ലാം മുന്നിൽ വെച്ച് ഒരു പുഞ്ചിരിയോടെ അവൻ്റെ മുന്നിലേക്ക് റീത്തുമായി ചെല്ലുന്ന ഒരു രംഗം ഞാൻ സ്വപ്നം കണ്ടിരുന്നു. ഞാൻ ആഗ്രഹിച്ച ആ രംഗം ഇപ്പോഴിതാ താഴെ വീണ് പൊട്ടി തകർന്നിരിക്കുന്നു എന്നൊക്കെ അവന്തിക ഇപ്പോൾ പറയുന്നുണ്ട്. തനിക്ക് അവനെ അതിൻ്റെ അകത്ത് വെച്ച് തീർക്കാൻ സാധിക്കുമോ എന്ന് മൂർത്തിയോട് അവന്തിക ചോദിക്കുമ്പോൾ മൂർത്തി പറയുന്നുണ്ട് അത് ചെയ്യാതിരുന്നത് പറ്റാത്തത് കൊണ്ടല്ല, പക്ഷേ അത് ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണം. ആശുപത്രിയിൽ ഇതുവരെ മുഴുവൻ സമയം പോലീസായിരുന്നു. ICUവിനുള്ളിൽ എപ്പോഴും ഒരു ടീം ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. ICUവിന് പുറത്താണെങ്കിൽ അവൻ്റെ ബന്ധുക്കളുണ്ട്. അവരെ എല്ലാവരെയും മറികടന്ന് അതിനകത്ത് കയറി അവനെ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. പക്ഷേ ഇനി സാധിക്കും എന്ന് മൂർത്തി പറയുന്നു. എനിക്കിപ്പോൾ അതിലൊന്നും വിശ്വാസമില്ല. ചെയ്തു കാണിച്ചിട്ട് മൂർത്തി എൻ്റെ മുന്നിൽ വന്ന് നിൽക്ക്. ഇല്ലാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് അവന്തിക പറയുന്നു. കോടതിയിലെ കാര്യം ഇനി അവന്തിക നേരിട്ടിറങ്ങും. ഈ കേസിൽ എന്തായാലും ഗൂഗിൾ പബ്ലിക് പ്രോസിക്യൂട്ടറായി വരില്ലെന്ന് ഞാൻ തീരുമാനിച്ചതാണ്. ആ തള്ളയുടെ കാര്യം എന്താകണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്നൊക്കെ അവന്തിക ഇപ്പോൾ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ സച്ചിയും ചിപ്പിമോളും കൂടെയുള്ള ആ ഒരു രംഗമൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അവർ പാട്ട് പാടുന്നതും ഒരുമിച്ച് നടക്കുന്നതും കളിക്കുന്നതും ചിരിക്കുന്നതും അങ്ങനെ ഒരു രംഗം പാട്ടിലൂടെ കാണിക്കുകയാണ്. അർച്ചനയുമായി ചിപ്പി നടക്കുന്നതും എല്ലാം കാണിക്കുന്നു. ശേഷം ഇപ്പോൾ ഗൂഗിളിനെയാണ് കാണിക്കുന്നത്. ഗൂഗിൾ ആകെ വിഷമത്തിലാണ്. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ ഗൂഗിൾ ബൈബിൾ എടുത്ത് നോക്കാറാണ് പതിവ്. അങ്ങനെ ഇപ്പോഴും വിഷമത്തിലായതുകൊണ്ട് തന്നെ ഗൂഗിൾ ബൈബിൾ എടുത്ത് കൈപ്പിടിക്കുന്നു. എന്നിട്ട് ഇസബല്ലയെക്കുറിച്ച് ഓർക്കുകയാണ്. ഇസബല്ലയോട് സംസാരിക്കുകയാണ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നെനിക്കറിയില്ല. മുമ്പൊക്കെ ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് പോയാൽ എന്നെ വഴികാട്ടാൻ താനുണ്ടായിരുന്നു. ഇപ്പോൾ ശരിയും തെറ്റും ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. നീയില്ലാത്ത ഈ ലോകത്ത് ഞാൻ ഒറ്റപ്പെട്ടതുപോലെ തോന്നുകയാണ്. സമൃദ്ധി ഇങ്ങനെ ഇത്രത്തോളം എന്നെ വിശ്വസിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുകയാണ്. എനിക്ക് തെറ്റ് പറ്റുന്നുണ്ടോ ഇസബല്ല? അന്നെന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ താൻ ചെയ്യുന്ന കാര്യമുണ്ടായിരുന്നു. താൻ അന്ന് ചെയ്തു തന്നിരുന്നത് പോലെ ഞാനിപ്പോൾ അത് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുകയാണ്. താൻ കൂടെ ഉണ്ടാകണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ സംസാരിച്ചിട്ട് കണ്ണടച്ച് പിടിച്ചുകൊണ്ട് ഇപ്പോൾ ബൈബിളിൻ്റെ ഒരു പേജ് എടുക്കുകയാണ് ഗൂഗിൾ. അങ്ങനെ ഇപ്പോൾ അതെടുത്തതിന് ശേഷം അത് വായിക്കുന്നുണ്ട്. ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം നിന്നെ ഞാൻ കാത്തുരക്ഷിക്കും. നിന്നെ ഞാൻ കൈവിടില്ല. നീ കൈവിടില്ല എന്ന് എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ വായിക്കുകയാണ് ഗൂഗിൾ. എന്നിട്ട് ഇപ്പോൾ ആ ബൈബിൾ അടച്ചു വെക്കുന്നുണ്ട്. ഞാൻ അവളോട് ചെയ്യുന്ന നീതിയാണോ ദൈവമേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് ഗൂഗിൾ. അങ്ങനെ വീണ്ടും ഇപ്പോൾ ആശുപത്രിയാണ് കാണിക്കുന്നത്. അവിടെ ഇപ്പോൾ സച്ചിയുടെ അടുത്ത് ഇപ്പോൾ എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട്. അനൂപും സന്ദീപും അനഘയും സ്നേഹയും കുട്ടികളും എല്ലാവരുമുണ്ട്. ഈ സമയം സച്ചിയെ വിളിക്കുകയാണ് ഡോക്ടർ. സച്ചിയെ വിളിക്കുമ്പോൾ സച്ചി പതിയെ കണ്ണ് തുറക്കുന്നുണ്ട്. അത് കണ്ട് എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്നു. ഇത് കണ്ട് എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. കുട്ടികൾ ഇവിടെ ഇന്ന് സച്ചി ഇപ്പോൾ തിരക്കുന്നുണ്ട്. അങ്ങനെ അമ്മുവും ഇന്ദുവും സച്ചിയുടെ അരികിലേക്ക് ചെല്ലുന്നു. മകൾ പേടിച്ചു പോയോ എന്ന് അവരോട് ചോദിക്കുന്നുണ്ട് സച്ചി. പേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ് കുട്ടികളെ സമാധാനിപ്പിക്കുകയാണ് സച്ചി. ഇത് നിങ്ങളുടെ 2ാം ജന്മമാണെന്ന് ഡോക്ടർ സച്ചിയോട് പറയുന്നു. ഉടനെ സച്ചി ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ശരിക്കും എന്താണ് സംഭവിച്ചത്? അമ്മ പഴങ്ങഞ്ഞു തന്നത് ഓർമ്മയുണ്ട്. ശേഷം വഴിയിൽ സംഭവിച്ച കാര്യങ്ങളുമെല്ലാം സച്ചി ഓർത്തെടുത്ത് പറയുന്നുണ്ട് അവരോട്. പിന്നെ എന്താണ് സംഭവിച്ചത് എന്നിങ്ങനെ സച്ചി ചോദിക്കുമ്പോൾ അനൂപ് പറയുന്നുണ്ട് അന്ന് പഴങ്ങഞ്ഞിക്കടയിൽ ആരോ വിഷം കലർത്തി. അങ്ങനെ ഇപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ സച്ചിയോട് പറയുകയാണ് അനൂപ്. അമ്മയുടെ എന്ന് സച്ചി അപ്പോൾ ചോദിക്കുന്നു. അമ്മയെ പോലീസ് കൊണ്ടുപോയി റിമാൻഡിലാണ് എന്നിപ്പോൾ വളരെ വിഷമത്തോടെ അനൂപ് പറയുന്നു. ഇത് കേട്ട് വളരെയധികം വിഷമത്തോടെ കിടക്കുന്നുണ്ട് സച്ചി. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.